വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാരുടെ സംഘടന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഇന്ന് 36-ാം ദിവസം പിന്നിടുമ്പോഴും ശക്തമായി സമരം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നിലവിൽ കാണാൻ കഴിയുന്നത്. വലിയ തോതിലുള്ളൊരു പ്രതിഷേധ പരിപാടി ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് പ്രധാനമായും ഇവർ സെക്രട്ടേറിയറ്റ് ഉപരോധമായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. MG റോഡിലെ ഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരൊറ്റ കാര്യത്തിൽ ഇന്നിപ്പോൾ തീരുമാനം വന്നു എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട്. അതായത് ആശമാരുടെ ഓണറേറിയം അതിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നുള്ള കാര്യം ആശാ വർക്കർമാർ നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ കാര്യത്തിൽ ഇന്നിപ്പോൾ തീരുമാനമായിട്ടുണ്ട്. 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ പ്രധാന ആവശ്യങ്ങളിൽ തീരുമാനമാകുന്നതുവരെയും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. ഈ സമരം വിജയിക്കുന്നത് വരെ ഈ സമരത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് ആശാ സഹോദരിമാരെല്ലാവരും പറഞ്ഞത്. അവരിവിടെ വരാതിരിക്കുമ്പോഴും നമ്മൾ അവരെ കരിങ്കാലികൾ എന്ന് വിളിക്കില്ല. കാരണം അവർ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. പലതരത്തിലുള്ള ഭീഷണികളും പ്രതിരോധപരമായ പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിൽക്കക്കല്ലില്ലാത്തത് കൊണ്ട് മാത്രം അവിടെ നിൽക്കുകയാണ്. മനസ്സുകൊണ്ട് അവരെല്ലാവരും ഇവിടെയാണ്. അതാണ് ഇന്ന് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണ്. അതായത് ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം അവർ ഉയർത്തുന്നുണ്ട്. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി നൽകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് അവർ പറയുന്നത്. പെൻഷൻ ഏർപ്പെടുത്തണം. അങ്ങനെ നിരവധി വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ സമരത്തിൽ ഉന്നയിച്ചിരുന്ന ഡിമാൻഡുകളിൽ ഒന്നായിരുന്നു എല്ലാ മാസവും ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കണം. കാരണം ജോലി ചെയ്ത ശേഷം കൂലി നൽകാൻ ഒരു മാനദണ്ഡം ലോകത്തൊരിടത്തും കാണുമെന്ന് തോന്നില്ല. ഈ മാനദണ്ഡമാകട്ടെ അടിച്ചേൽപ്പിച്ചത് 2018 CIT ആണിത് ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചെന്ന് സർക്കാരിനോട് പറഞ്ഞ് മാനദണ്ഡം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ അറിഞ്ഞ അന്ന് മുതൽ സമരത്തിനാണ്. എല്ലാ സമരത്തിൻ്റെയും ഞങ്ങളുടെ ഒരു ഡിമാൻഡ് മാനദണ്ഡം പിൻവലിക്കാമെന്ന്. ഈ സമരം തുടങ്ങി ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാമെന്നൊരു പത്രക്കുറിപ്പ് ഇറക്കി. ഞങ്ങളത് പറഞ്ഞു, പത്രക്കുറിപ്പ് ഉണ്ടായില്ല. ഓർഡർ ഇറക്കണം, ഉത്തരവിറക്കണം. ആ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സമരപന്തലിലേക്ക് VD സതീശൻ അടക്കമുള്ള പ്രമുഖർ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. പെമ്പിള ഒരുമൈ നേതാവ് ഗോമതി അടക്കമുള്ള പ്രമുഖർ കൂടി ഇന്നിപ്പോൾ എത്തുകയും ചെയ്തിരുന്നു. K. സുരേന്ദ്രൻ എത്തി BJPയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം എത്തിക്കൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യം തന്നെയാണ് ഈ സമിതിക്ക് കിട്ടുകയും ചെയ്യുന്നത്. തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കുന്നത് വരെയും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല. മുഖ്യമന്ത്രി അത് ചെയ്താൽ ഞാൻ ആദ്യം മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കും. പ്രതിപക്ഷ നേതാവ് നിങ്ങളെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ വിഷയം തീർത്താൽ കേരളത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ആദ്യത്തെ ആള് ഞാനായിരിക്കും എന്ന് ഞാൻ വാക്ക് തരും. നിങ്ങളുടെ വിഷയം ഈ നിയമസഭ തുടങ്ങിയ എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്നുണ്ട്, മാറി മാറി പറയുന്നുണ്ട്. ഇതൊരു ന്യായമായ സമരമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് സങ്കടമായി. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സമരം ചെയ്തിട്ടല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അത് വേറെ ആര് വേണമെങ്കിലും പറയാം. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ല. ഞാനിപ്പോൾ പത്രക്കാരി ചോദിച്ചപ്പോൾ പറയാം, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള ആരാ? അത് സമരം ചെയ്യുന്നത് തെറ്റായി കാണുന്നത് നമ്മൾ ഒരു തൊഴിലാളി വർഗ സമീപനത്തിൽ നിന്ന് നമ്മളൊരു മുതലാളിത്ത സമീപനത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ്. മുതലാളി ആർക്കാ സമരം ചെയ്യാൻ ഇഷ്ടമില്ലാത്തത്? മുതലാളിമാർക്ക്. പണ്ട് പോലെ ഇപ്പോഴല്ല, നൂറ്റാണ്ടുകളായി അങ്ങനെയാണ്. തൊഴിലാളികളാണ് സമരം ചെയ്യുന്നത്. സമരം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് മുതലാളിമാരാണ് പറയാറുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആകരുതെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ. അതുകൊണ്ട് അദ്ദേഹം ആരെന്ത് സമ്മർദ്ദം ചുറ്റിൽ നിന്ന് ചെലുത്തിയാലും ആ സമ്മർദ്ദത്തിനൊന്നും വഴിപ്പെടാതെ അദ്ദേഹം തന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ തീർച്ചയായും ഒന്നുകൂടി കണ്ട് അദ്ദേഹത്തോട് വീണ്ടും അഭ്യർത്ഥിക്കും. ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആരോഗ്യമന്ത്രിയോട് ഞാൻ ഇവിടെ വന്ന സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിലാണ്.
2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ആദ്യ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചർച്ച ചെയ്യിച്ചു. അത് കഴിഞ്ഞ് അത് പോരാ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ചർച്ച ചെയ്തു. പക്ഷെ ആരോഗ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു കാര്യമല്ല ഇത്. അവർക്ക് ചെയ്യാവുന്ന 1-2 കുടിശ്ശികയുടെ കാര്യത്തിലൊക്കെ തീരുമാനം അവരെടുത്തു. പക്ഷേ മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഫോണിൽ ആവശ്യപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം തയ്യാറാകുന്നില്ല. ആശമാരോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ട്രെയിനിങ് വെച്ചിരിക്കുകയാണ്. ആശാവർക്കർമാർ ഇത്രയും കാലം ഇല്ലാത്ത ട്രെയിനിങ് ഇന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ചെപ്പടി വിദ്യയും വിജയിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആശാവർക്കർമാർ. ആദ്യം അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അല്ലേ? സംസ്ഥാനത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല, എല്ലാം കേന്ദ്രത്തിന്റെ തലയിലാണ്. അത് കഴിഞ്ഞ് കേന്ദ്രം കാര്യങ്ങളെല്ലാം വിശദമാക്കിയപ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ഞാനെല്ലാം ശക്തമായിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഒരാവശ്യപ്പെടലുമില്ല. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് ഡൽഹി പോയിട്ട് BJPയുടെ മന്ത്രിമാരെ എല്ലാം സൂചിപ്പിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് കേന്ദ്രവിരുദ്ധ പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആശാവർക്കർമാരുടെ സമരം കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നത്. നമ്മുടെ ഇടനിലക്കാരൻ എന്താ അദ്ദേഹത്തിന് കേരളത്തിന്റെ പ്രതിനിധി, ഇടനിലക്കാരനല്ല കേരളത്തിന്റെ പ്രതിനിധി. ഒരക്ഷരം ആശാവർക്കർമാർക്ക് കുടിശ്ശിക കിട്ടാനുണ്ട് എന്നുള്ള കാര്യം ഈ മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ സത്യം? അപ്പൊ തട്ടിപ്പല്ലേ ഇവർ പറയുന്നത്? ഇവിടെ വന്ന് പറയുകയാണ് ആശാവർക്കർമാർക്ക് വേതനം കൊടുക്കാത്തത് കേന്ദ്രം കുടിശ്ശിക നൽകാനുള്ളത് കൊണ്ടാണ്. കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയെ കാണുമ്പോൾ പറയണ്ടേ, ഒരു നിവേദനം കൊടുക്കണ്ടേ? അത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കൊടുത്തില്ല? ഇക്കാര്യത്തിൽ ഒളിച്ചുകളിയാണ്. 232 രൂപയാണ് പ്രതിദിവസം ഇവർക്ക് വേതനമായി ലഭിക്കുന്നത്. അത് 700 രൂപയായി ഉയർത്തണമെന്നുള്ളതാണ് അവർ പ്രധാനമായും തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. 7000 രൂപയാണ് നിലവിൽ ആശമാർക്ക് കിട്ടുന്നത്. പക്ഷേ അത് പോരാ. അതിൽ നിന്നും ഏതാണ്ട് 21,000 രൂപയായി ഉയർത്തുന്നത് വരെയെങ്കിലും ഉള്ള തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണമെന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിൽ ആകമാനം 26,000-ലധികം വരുന്ന ആശാവർക്കർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഇത്തരത്തിൽ ഇവരെ ദ്രോഹിക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കൂടിയുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടത്തുന്ന രാഷ്ട്രീയ പോരിലടക്കം ഇവർ അമർഷം തുടരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട്. സർക്കാർ ഞങ്ങളെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ചെവിടില്ല എന്നുള്ള നിലക്കാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഞങ്ങളെ വടക്കേകാട് പഞ്ചായത്തിൽ അവരെന്ത് മീറ്റിങ്ങിന് അവർ CITൻ്റെ ആൾക്കാർ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. മാസം പൈസ ഫണ്ട് കൊടുക്കലുണ്ട്. ഞങ്ങളൊരു ആശാ വർക്കർമാരാണ്. ഞങ്ങൾക്ക് വിജയത്തിന് വേണ്ടി ഞങ്ങൾ പലവട്ടം അവർ വിളിച്ചു കൊടുത്തൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു കോൺഗ്രസിൻ്റെ ആളാണ്, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകയാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമല്ലല്ലോ. നിങ്ങൾ ന്യായമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി തരേണ്ട ബാധ്യത സംസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ അവർ വിളിച്ചു കൊടുത്തൊക്കെ നമ്മൾ പോകും. അവർ ചോദിക്കണ പൈസ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം എന്നാണ് അവർ പറയണത്. ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമരം ചെയ്യണതെന്ന്. പക്ഷെ അതല്ല എന്നുള്ള ചിന്തിക്കാൻ അവർക്ക് ഒരു ബോധം വേണ്ടേ? ഇതിന് വിജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കും. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സുഖമില്ല, 10-60 വയസ്സായി. ഈ ഇത്രയും കാലം ഞങ്ങൾ 10-18 വർഷം വർക്ക് ചെയ്തിട്ട് ഇനി ഒന്നുമില്ലാതെ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഇത്രയും 35 ദിവസം 36 ദിവസം ഇവിടെ ഇരുന്നതിന് പിന്നെ അതിനൊരു ഫലമില്ലാണ്ടായി പോകില്ലേ? ഈ സമരം സെക്രട്ടേറിയറ്റിലെ ഉപരോധം സംഘടിപ്പിച്ച ഈ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ആശമാർക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ പരിശീലന പരിപാടിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ആശാ വർക്കർമാർ ഈ സമരവുമായി മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും അടക്കമുള്ള തെക്കൻ ജില്ലകളിലായിരുന്നു ഇന്നിപ്പോൾ ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ നിന്ന്
നിന്ന് അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് സർക്കാർ വളഞ്ഞ വഴി ശ്രമിക്കുന്നത്, വളഞ്ഞ വഴിയുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ആശാവർക്കർമാർ പ്രധാനമായും തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ടതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും വലിയ തോതിലുള്ള ആശാവർക്കർമാർക്ക് ഈ വലിയ തോതിലുള്ള ഒരു പിന്തുണ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുവെന്ന് കൃത്യമായി തന്നെ എടുത്തു പറയാൻ കഴിയുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക വാങ്ങിത്തരേണ്ട ബാധ്യത സംസ്ഥാനത്തിനുണ്ട്. അത് കൃത്യമായി സംസ്ഥാനം നിറവേറ്റണമെന്നുള്ള കാര്യം കൂടി ആശാവർക്കർമാർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അടുത്ത ഘട്ടത്തിലുള്ള സമരപ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും രാവിലെ തുടങ്ങിയ ഈ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം ഇപ്പോഴും തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അത് വരും മണിക്കൂറിലും ഒരുപക്ഷെ തുടർന്നേക്കാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. ഇതിനു മുമ്പ് മഹാസംഗമം കണ്ടു, വനിതാ നിരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം കണ്ടു, ആറ്റുകാൽ പൊങ്കാല ദിവസം പൊങ്കാല ഇട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്ന കണ്ട് അങ്ങനെ വലിയ തോതിലുള്ള ഒരു സ്ത്രീകളുടെ കേരളത്തിലെ സ്ത്രീശക്തി വിളിച്ചോതുന്ന തരത്തിലുള്ള സമരപരിപാടികൾ ഏതായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുകയാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധം മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം, അണപൊട്ടുന്ന തരത്തിലുള്ള പ്രതിഷേധം ആശമാരുടെ ഭാഗത്തു നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.